വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന ദൈവ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചനത്തോട് ചേർന്ന് നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. 1 പത്രോസ് 2:1-2 തിരുവചന ഭാഗങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിച്ചു. അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു മുന്നറിയിപ്പാണ് ഇവിടെ പരിശുദ്ധ ആത്മാവ് നൽകുന്നത്. മുന്നറിയിപ്പിനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. വേണ്ടതുപോലെ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മെ ക്രമപ്പെടുത്താൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധ കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് ഒന്നാമനായ പത്രോസ് ഇത്ര ശക്തമായ ഒരു നിർദ്ദേശം ദൈവാത്മ നിയോഗത്താൽ നൽകുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാൻ നമുക്ക്. ഈ ലേഖനം താൻ എഴുതുമ്പോൾ ആകയാൽ എന്ന ഒരു വാക്ക് 2 പ്രാരംഭത്തിൽ കിടക്കുന്നു. അപ്പോൾ ആകയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുൻപിലുള്ള അധ്യായത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. 1-ന്റെ 2-ാം വാക്യം വായിച്ചേ. ആസയിലും ബുദ്ധിനെയും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുൻനിരവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. അപ്പോൾ നമ്മെ വിളിച്ച് വേർതിരിച്ച് ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവം നൽകുന്ന വചനങ്ങൾ അനുസരിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ശുദ്ധീകരിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമനായി തിരഞ്ഞെടുത്തു. മറ്റുള്ളവർ കാണാത്തത് പലതും ആരെ കാണിച്ചു? പത്രോസിനെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ അവൻ നിൽക്കുമ്പോൾ ദൈവം അവനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പത്രോസേ, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ പിശാച് എന്ത് ചെയ്തു? അനുവാദം ചോദിച്ചു. എന്നാൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. നിന്റെ വിശ്വാസം പോകാതിരിക്കാനാണ്. ഒന്നാമനോടാണ് ഈ പറയുന്നത്. ഏറ്റവും വലിയ പുള്ളിയാണ് ശിഷ്യന്മാരിൽ. ഒന്നാമനോട് പറയുന്ന വാക്ക്. അപ്പോൾ നിന്റെ വിശ്വാസം അല്പമാണുള്ളത്, അത് പോകാതിരിക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നത്. നിന്റെ മിടുക്ക് കൊണ്ടല്ല, നീ നിന്നത് ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നു. ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കാണില്ലായിരുന്നു, ഇന്ന് പകൽ ഇവിടെയും കാണില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മിടുക്കല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. ദൈവം തന്റെ കൃപ പകർന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ പദമാണ് അനുസരിക്കണം.
വിശുദ്ധീകരണം പ്രാപിച്ചോ, നീ വചനം അനുസരിച്ചേ പറ്റൂ. മക്കളാണോ, അനുസരിച്ചേ പറ്റൂ. അവിടെ പിന്നെ എന്തില്ല, ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെയാണ് ഇങ്ങനെ ആയ പോരേന്ന് ചോദ്യവും ഇല്ല, ചോദ്യമില്ല, അനുസരണം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അവിടെയാണ് ബുദ്ധിമുട്ട്. ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അറിയാത്തവർക്ക് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അറിയുന്നവർ ചോദിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും, പിന്നെ ആക്ഷൻ കാണിക്കേണ്ടി വരും. ഇനി അതിന്റെ 4-ാം വാക്യം, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടു മുകളിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ജീവനുള്ള പ്രത്യാശ, നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അപ്പോൾ നമ്മൾ ദൈവകൃപയിൽ ആയി നിൽക്കുമ്പോൾ നമ്മിൽ പകർന്നിരിക്കുന്ന പ്രത്യാശയ്ക്ക് എന്തുണ്ട്? വളർച്ചയുള്ളത്. വളർച്ചയുള്ള ഒരു പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. എത്രത്തോളം വളരണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അത് അവനവനുണ്ട്. വേണോ വേണ്ടേ? സ്തോത്രം. അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നിത്യതയിൽ പ്രതിഫലം കിട്ടുന്നത്. അതാണ് അത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വർഗത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഇവിടെയല്ലെന്ന്. ഇന്ന് ആളുകളൊക്കെ ഇവിടെ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ കിടക്കാം, ഇട്ടേച്ച് പോവില്ല, ഇവിടെ കിടക്കേണ്ടി വരും. നല്ലൊരു ശതമാനം പോകാൻ വഴിയില്ല. പ്രത്യാശ അകത്തുണ്ടെങ്കിൽ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഉയരത്തിൽ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഇവിടെ ഞരടില്ല. സ്തോത്രം പറയാൻ വാങ്ങ് തുറക്കാൻ വയ്യ. തുറക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്നിട്ടൊന്നുമല്ല, മേളിൽ നിന്നും താഴെ നിന്നും കൂടെ അടപ്പടക്കിനും പോലെ അടക്കുക. ആ തുറന്നു വരുമ്പം നീ മിണ്ടിപ്പോയേക്കായിരുന്നു പറഞ്ഞ് മേളിൽ നിന്നൊരു ചവിട്ട്, താഴെ നിന്നൊരു ഇടി. അപ്പോൾ സ്തോത്രം പറയാനാണ് വാ തുറന്നത്, ഷൂ ആയിപ്പോയി. അത് സ്തോത്രം പറയാനാ തുറന്നത്, പക്ഷെ വന്നപ്പം ഷൂ ആയിപ്പോയി. അതിന്റെ കാരണം വേറെ ഒന്നല്ല, മേളിൽ നിന്നും താഴെ നിന്ന് അടുപ്പിട്ട് അടക്കുക. അപ്പോൾ മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ മുൻപിൽ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും വേണ്ടതുപോലെ അനുസരിക്കാത്ത 2 വ്യക്തികളുണ്ട് വേദപുസ്തകത്തിൽ. ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കിടക്കുന്നത്. 25-ാം അധ്യായത്തിൽ 32, 33, 34 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. എന്നാൽ അതിന് യേശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ദൈവം നൽകിയ അധികാരത്തെ അതെന്ത് ചെയ്തു? ചാവേണ്ടി വരുമല്ലോ എന്ന്. ഒരു നേരം പട്ടിണി കിടന്നിട്ട് ആരെങ്കിലും ചത്തത് ചരിത്രത്തിലുണ്ടോ? ഇവനെങ്ങനെയാ ഒരു നേരം പട്ടിണി എടുക്കുമ്പോഴത്തേക്കും ചാകാൻ പോകുന്നേ? ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന ചാകുമോ? സ്വതന്ത്രം. ദൈവം നൽകിയ ആ യോഗ്യതയെ അല്ലെങ്കിൽ ആ സ്ഥാനത്തെ അവൻ നിസ്സാരമായി അതിനെ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഇതെന്തിനാണ് എനിക്ക്? സ്തോത്രം. അവനത് വചനം പറയുന്നത് അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പൊ ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം നൽകിയ ആ സ്ഥാനം നഷ്ടപ്പെടുത്താതെ അവിടെ നിൽക്കണം.
നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും, ചിലപ്പോഴല്ല നല്ലൊരു ശതമാനം കിട്ടും. അതിന് ഉത്തരം വേണമെങ്കിൽ വായിച്ചോ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 16-17 തിരുവചന ഭാഗം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുവാൻ തിരികെയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളി. അപ്പോൾ ഇവൻ ആരായി തീർന്നു? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം. ഒരു ഊണെന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായ നിലയിൽ അവൻ ആ ജ്യേഷ്ഠാവകാശത്തെ കണ്ടു. ദൈവമക്കളാകുന്ന നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രതിനിധികളായി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുക. ആ നൽകിയ യോഗ്യത നമ്മുടെ ശ്രേഷ്ഠത കൊണ്ട് ലഭിച്ചതല്ല. ദൈവം ഓമനപുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞത് കൊണ്ടാണ് ഈ യോഗ്യത നമുക്ക് ലഭ്യമായത്. ആ വില കൊടുത്തത് ആരാണ്? സ്തോത്രം. പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവുമാണ്. അപ്പോൾ ആ വിലയ്ക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? അവിടെയാണ് ചോദ്യം. പലപ്പോഴും നമ്മൾ അതിനെ നിസ്സാരമായി എന്ത് ചെയ്യുന്നു? കണ്ടുകൊണ്ട് ഈ ഭൂമിയിലുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ മാറ്റിവെക്കുക. കുഴപ്പമില്ല. വചനം പറയുന്നത് കുഴപ്പം ഉണ്ടെന്ന. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അബദ്ധനോ അടുത്തത് പിന്നത്തേതിൽ അവിടെയാണ് അപകട സൂചന. ദൈവം നൽകിയ അവസരത്തെ ദുർവിനിയോഗം ചെയ്താൽ, അതിനെ നിസ്സാരവൽക്കരിച്ചാൽ, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി വന്നാൽ കിട്ടുന്നതല്ല ഇത്. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ നിലവിളിച്ചാൽ ലഭിക്കുന്നതല്ല. ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, ദൈവത്തിന് നമ്മോട് കൃപ തോന്നി, നൽകിയത് മുറുകെ പിടിക്കണം. സ്തോത്രം. അതിനെ നിസ്സാരവൽക്കരിക്കരുത്. പിന്നത്തേതിൽ അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ. ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ കണ്ണുനീരോടെ അപേക്ഷിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് താഴെ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചേ. മാനസാന്തരത്തിന്. അപ്പോൾ അവൻ മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? സ്തോത്രം. അപകടമാണോ? സ്തോത്രം. നാളുകൾ ചിന്തിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാം? ഇന്ന് കർത്താവ് വന്നാൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരുപാടെണ്ണമുണ്ട്. സ്തോത്രം. പെന്തക്കോസുകാര് കാറ്ററിംഗ് നടത്തുന്നുവെങ്കിൽ സ്വർഗത്തിൽ കാണാൻ വഴിയില്ല. ഇവിടെ കാശുണ്ട്. സ്തോത്രം പറഞ്ഞ കുറെ പാസ്റ്റർമാരും കൂടെയുണ്ട്. സ്തോത്രം. എവിടെ കാണില്ല. ഏകാഗ്രതയോടുകൂടെ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്റെ ഹൃദയത്തെ, വചനം പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. അപകടമാണ്. Praise the Lord. Praise the Lord. ദൈവമായുള്ള ബന്ധം വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവകൃപയാൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ വാത്സല്യ മാതാപിതാക്കൾക്ക് 3 മക്കളെ ദൈവം നൽകി. ഒരാണും 2 പെണ്ണും. അവർ പാരമ്പര്യ വിശ്വാസികളല്ലായിരുന്നു.
കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞപ്പോൾ ദൈവം നൽകിയ തലമുറകളെ ദൈവത്തിന് കൊടുത്തു. 3 പേരും കുടുംബമായി ശുശ്രൂഷയിലാണ്. ഇന്നുള്ള മാതാപിതാക്കളായിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് പാരമ്പര്യ പെന്തക്കോസുകാരായിരുന്നെങ്കിൽ ഒരെണ്ണത്തിന് പോലും കർത്താവിന് കൊടുക്കില്ല. എല്ലാറ്റിനെയും നേഴ്സാക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിക്കാക്കും. ആ മാതാപിതാക്കൾക്ക് നിത്യത ദർശനം കണ്ടവർ. അവർ തലമുറകളെ ആർക്ക് നൽകി? ദൈവത്തിന് നൽകി. ഇവിടെ സമ്പത്ത് കുറവാണ്. പക്ഷേ അങ്ങെത്തുമ്പോൾ സ്തോത്രം, തേജസ്സോടുകൂടെ ആ പിതാവും മാതാവും നിലകൊള്ളും. മാതാവാണ് വേർപെട്ടു പോയത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതനുസരിക്കുവാൻ മക്കളും സന്നദ്ധരായി. കാരണം മാതാവും പിതാവും പറഞ്ഞു കാണും, മക്കളെ ഇതാണ് ഏറ്റവും വലുത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലുത് ആളുകൾ പാസ്റ്റർമാരിന്ന് ഭാര്യമാരെ കണ്ടെത്താൻ നോക്കുമ്പം ആര് മതി? ജോലിയുള്ളവരല്ല, ജനറൽ നേഴ്സുമാരങ്ങ് മതി, വേറെ ആരും വേണ്ട. കാരണം പെണ്ണ് പോവും UK-ലേക്കോ ഓസ്ട്രേലിയക്കോ അമേരിക്കയ്ക്കോ ന്യൂസിലൻഡിനോ പോകും. അതിൻ്റെ കൂടെ വാലും പിടിച്ച് എന്ത് ചെയ്യാം? ഇവനും പോകാം. എന്നിട്ട് ഇവനെ തട്ടിക്കൊട്ടി എന്ത് ചെയ്യാം? ഇരിക്കാം, സുഭിക്ഷമായിട്ട് കഴിയാം. സ്വതന്ത്രം, ഉടായിപ്പിന്റെ ആശ. ഇതാണ് അനേകരും ഇന്ന്. സാധാരണ ആളുകളൊന്നും ആർക്ക് വേണ്ട? പാസ്റ്റർമാർക്ക് വേണ്ടെന്ന്. ഇനി പാസ്റ്റർമാരുടെ മക്കൾക്കും വേണ്ട. ആര് മതി? നേഴ്സ് മതി. ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇട്ടേച്ചു പോകണം. ഒരു ഊണിന് അവന്റെ ശരീരമാണവൻ പ്രധാനമായി കണ്ടത്. ദൈവം നൽകിയ പദവിയെ നിസ്സാരമായി കണ്ടു. പിന്നത്തേതിൽ മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചു. മാനസാന്തരത്തിന് എന്ത് ചെയ്തില്ല? ഇടം കിട്ടിയില്ല, ലഭിച്ചില്ല. അവിടെ വളരെ കൃത്യമായി പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഒരു അപകട സൂചന. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇവിടെ ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ നമുക്ക് നടക്കാൻ കഴിഞ്ഞില്ല എന്ന് സംഭവിക്കാം. ചിലപ്പോൾ പലതും കുറവായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാം. എന്നാൽ ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം. പ്രവാചക ശിഷ്യന്റെ ഭാര്യ, പ്രവാചകൻ കടം വരുത്തി മരിച്ചു പോയിട്ടും ആരുടെ അടുക്കലേക്ക് ചെന്നു? പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. എന്തുകൊണ്ട് അവിടെ പോയി? അവൾക്കറിയാമായിരുന്നു ദൈവ സാന്നിധ്യമുള്ളത് പ്രവാചകനായിരിക്കുന്ന ഇടത്താണ്. ഹല്ലേലൂയ. കുറവുകൾ പരിഹരിപ്പാൻ കഴിവുള്ളത് ഹല്ലേലൂയ ദൈവസന്നദ്ധിയാണ്. അതുകൊണ്ട് അവിടേക്ക് അഭയത്തിനായി അവൾ ഓടിച്ചെന്നു. അവളുടെ മുഖം എന്ത് ചെയ്തില്ല? ലജ്ജിച്ചു പോകുവാൻ ഇടയായില്ല. അവളുടെ മുഖത്തെ ആരാദരിച്ചു? ദൈവം ആദരിച്ചു. അതാണ് വചനം പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതില്ല. സ്തോത്രം. ആമേൻ. ഒരു വ്യക്തിയും കൂടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാട്ടാം. 1 ശമൂവേൽ 9:2 അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വവും ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. പ്രഥമ രാജാവാണ് ശൗൽ.
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവനെ ദൈവമാണ് തിരഞ്ഞെടുത്തത്. അവൻ ഇസ്രായേൽ മക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരുവനായിരുന്നു. അവൻ കോമളൻ ആയിരുന്നു. ഇനി ഉയരം കൊണ്ട് അവനേക്കാൾ പൊക്കമുള്ളവർ ഇസ്രായേൽ രാജ്യത്തില്ല. അവനേക്കാളും പൊക്കവും യോഗ്യനുമായ മറ്റൊരു വ്യക്തി ഇല്ല. അപ്പോൾ യോഗ്യതയുള്ള ഒരുവനെ തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തിന് രാജാവായി കൊടുത്തു. അവനെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന പരാജയം നിമിത്തം, ഒന്നല്ല പല പരാജയങ്ങൾ നിമിത്തം, അവിടെയാണ് നമ്മൾ വായിച്ചത് 15:10-11. ദൈവം അവനെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. തിരഞ്ഞെടുത്തത് ആരാണ്? ദൈവം തന്നെയാണ്. തള്ളിയതും ആരാണ്? എന്തുകൊണ്ടാണ്? കയ്യിലിരിപ്പ് നന്നായതുകൊണ്ട്. കയ്യിലിരിപ്പ് കാരണം അവന് ചിലതങ്ങ് തോന്നുക, അതങ്ങ് ചെയ്യുക. സ്തോത്രം. നമുക്ക് തോന്നുന്നത് ചെയ്യാനുള്ളതല്ല ദൈവസന്നിധി. ദൈവസന്നിധിയിൽ കൃത്യമായൊരു പ്രമാണം ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനോട് തന്നെ ശൗമേൽ പറയുന്നുണ്ട്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരണക്കേട് കാണിച്ചാൽ അത് എന്തായിട്ടാണ് ദൈവം കണക്കാക്കുന്നതെന്ന് അതിന്റെ താഴെ അടിവരയിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വചനം അനുസരിക്കുവാൻ നമ്മൾ നേരത്തെ ഓർത്തതുപോലെ എങ്ങനെ ഉണ്ടാകണം? നല്ല ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. എന്നാലത് ചെയ്യാൻ പറ്റുള്ളൂ. സ്തോത്രം. ഇത് ചെയ്യുമ്പം അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്ന ഒരു തട്ടും മുട്ടും നടത്തും. അത് നടത്തുമ്പോൾ അന്ന കുഴപ്പമില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അനുസരണക്കേടാണ്. അതിൻ്റെ ഉത്തരം അനുസരണക്കേട് എന്താണ്? ആഭിചാരദോഷം, മിഥ്യ പൂജ. ഹേമൻ. അപ്പോൾ എവിടെ കൊണ്ടുപോയി കിടത്തുന്നപ്പോ? പ്രൈസ് ദി ലോർഡ്. ഈ വക പണികൾ നടത്തിയത് കൊണ്ട് തമ്പുരാൻ തന്നെ അവൻ എന്ത് ചെയ്തു? മനസ്താപമുണ്ടായി, വേദനയുണ്ടായി, പക്ഷെ തള്ളിക്കളഞ്ഞു. ഹേമൻ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞാണ് രണ്ടാമനായി കാട്ടിക്കടന്നവനെ പിടിച്ച് രാജാവാക്കുന്നത്. അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഒരുത്തനെ ശ്രേഷ്ഠതയുള്ളവനെ തെരഞ്ഞെടുത്ത് ഇസ്രായേലിന് കൊടുത്തു. യോഗ്യതയുള്ളവനാണവൻ, പക്ഷെ എന്ത് ചെയ്തില്ല? സ്തോത്രം. ആ യോഗ്യത അവന്റെ ജീവിതത്തിൽ ഗുണം ചെയ്തില്ല. അപ്പോൾ അയോഗ്യരായ നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് മാറ്റമില്ലാത്ത വചനം അനുസരിക്കുവാനാ. അവിടെ നീ മുഷ്ക് കാണിക്കരുത്. അവിടെ നീ നിന്റെ ബുദ്ധിക്കനുസരിച്ച് തട്ടേ പൊട്ടം ചെയ്യരുത്. എടുത്ത് നീയും ദൂരെ കളയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു കുടുംബത്തെ തമ്പുരാൻ ഈ കാഷ്ടം കോരിക്കളയുന്നത് പോലെ ഒരു സെന്ററിൽ നിന്ന് അങ്ങ് കോരിക്കളഞ്ഞു. സ്തോത്രം. കുറവുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനിട്ട് പുറകിൽ കൂടെ പണി നടത്തി എന്ത് ചെയ്യരുത്? ഉണ്ടെങ്കിൽ ചൊവ്വേനേരെ പറഞ്ഞത് ക്രമീകരണം വരുത്തണം. പുറകിൽ കൂടെ പണി നടത്തിയ തമ്പുരാൻ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തമ്പുരാന്റെ കരം ചലിക്കാൻ തുടങ്ങി. നമുക്ക് മാതൃക ഉണ്ടല്ലോ ഒന്ന്. സ്തോത്രം. സഭ ആരുടേതാണ്?
അതാരുടേതോ അല്ല, ദൈവത്തിൻ്റെതാ. അതിനകത്ത് കിടന്ന് എന്ത് ചെയ്യരുത്? കളിക്കരുത്. കളിച്ചാൽ തമ്പുരാൻ എന്ത് ചെയ്യും? കളി പഠിപ്പിക്കും. ചിലതിന് എന്ത് ചെയ്യും? ചിലർ പറയുന്നത് ദൈവ സ്നേഹമാണെന്നാ, എല്ലാം സ്നേഹമാണെന്നാ. പക്ഷെ അവിടെ തന്നെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എബ്രായ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടത് വളരെ കൃത്യമായിട്ട്. സ്നേഹമാണോ? അതേ, സ്നേഹമാണ്. കരുണയുള്ളവരാണ്, അതൊക്കെ ശരിയാ. പക്ഷെ നീ ഗുണം പിടിച്ചില്ല എങ്കിൽ താക്കീത് തരും. ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യം ഇവിടെ കൊടുത്തെന്ന വചനം പറയുന്നേ. 10 പ്രാവശ്യം. ഇസ്രായേൽ ജനത്തിനും അതുപോലെ തന്നെയാ. മുഴുവനും 10 പ്രാവശ്യം അനുസരണക്കേട് കാണിച്ചു. അവസാനം എന്ത് ചെയ്തു? ഇവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് തമ്പുരാനമ്മ തീരുമാനിച്ചു. തമ്പുരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റുമോ? ആ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. അത് വീണാൽ സ്തോത്രം. എലി പുരോഹിതന്റെ മക്കൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ മാനസാന്തരപ്പെടാനായിട്ട് അവസരം കൊടുക്കേണ്ടത് അപ്പന്റെ ചുമതലയായിരുന്നു. മോനെ, മക്കളെ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് എന്ത് ചെയ്യണം? ഗുണദോഷിക്കണമായിരുന്നു. ആ സമയത്തൊന്നും പറഞ്ഞില്ല. തമ്പുരാൻ നിശ്ചയിച്ചു കഴിഞ്ഞപ്പം ഒരു കാര്യം പറഞ്ഞു, അത് ഫലം ഉണ്ടായില്ല. സ്തോത്രം. പറയേണ്ട സമയത്ത് എന്ത് ചെയ്യണം? പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറയണം. എപ്പോഴേലും പറഞ്ഞു കഴിഞ്ഞ കാര്യമൊന്നുമില്ല, ഫലം ചെയ്യില്ല. സ്തോത്രം. ഹേമൻ. ദൈവമായുള്ള ബന്ധം വിലപ്പെട്ടതാണ്. ഇനി ശൗമേലിനോട് ദൈവം പറയുന്ന വാക്ക് 16:1 വായിച്ച്. 1 ശമൂവേൽ 16:1. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? അവന് ദുഃഖമായി. ആദ്യമായിട്ട് അവൻ അഭിഷേകം തലയിലൊഴിച്ച് അനുഗ്രഹിച്ച് വിട്ടവനാണ്. അവന്റെ ശുശ്രൂഷയുടെ പ്രഥമ വ്യക്തിത്വമാണ്. അവനത് മനസ്സിന് ഭയങ്കര വേദനയായി. അമ്പലം പറയും, മോനെ, ഞാൻ അവനെ തള്ളി, പിന്നെ നീ എന്തിനു കരഞ്ഞോണ്ട് കിടക്കണേ? ഞാൻ അവനെ തള്ളി. അങ്ങനെ തള്ളിയ പല കല്ലും അവിടെ കിടപ്പുണ്ട്, സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. അതിനെ ഓർത്ത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, തള്ളിക്കിടക്കുക. അവസരം കൊടുത്തത് പാഴാക്കിയത് കൊണ്ടാണ് ഇപ്പൊ അവന് കിടക്കുന്നത്. പിന്നെ വെട്ടിക്കളയാതെ ഇട്ടേക്കുകയാണ്, അവിടെ കടന്നോട്ടേന്ന് കരുതി. സ്വോത്രം. കാരണം വെട്ടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അത് വെട്ടിക്കഴിഞ്ഞാൽ ചിലതിന് എന്ത് ചെയ്യും? അത് കേട് സംഭവിക്കും. അതുകൊണ്ട് അതിനെ നിർത്തിയിരിക്കുക. അത് ഒത്തിരി കേടാന്ന് കണ്ടു കഴിഞ്ഞാൽ തമ്പുരാൻ എന്ത് ചെയ്യും? അത് ദൂരെ എടുത്ത് കളയും. അവിടെ പിന്നെ മണിയണിയൊന്നും തമ്പുരാൻ എന്ത് ചെയ്യില്ല, നോക്കില്ല. സ്തോത്രം. അപ്പോൾ വേദപുസ്തക വ്യവസ്ഥ നമ്മൾ അറിയണം. വളരെ കൃത്യതയോടുകൂടെ പറയുകയാണ്, ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അതെന്താണ്? വാട്ടമില്ലാത്തതാണ്, മാലിന്യമില്ലാത്തതാണ്, ക്ഷയമില്ലാത്തതാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് എന്നെയും നിന്നെയും എന്ത് ചെയ്തിരിക്കുന്നത്? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ജനിച്ച ഇടം നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത സാധനമായിരുന്നു. കയ്യിലിരിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദുർഗന്ധം ഭവിച്ചിരുന്ന ആ ഇടത്ത് നിന്ന് ചീഞ്ഞ് അളിഞ്ഞ് അയ്യോ, അത് ഓർക്കാതിരിക്കുക നല്ലത്. അവിടെ നിന്ന് എടുത്ത് കഴുകി വെടിപ്പാക്കി. ഞാനൊരു പാട്ട് ദൈവാത്മാവ് നൽകിയ വാക്കുകൾ കൊണ്ട് എഴുതി വെച്ച, കഴുകി വെടിപ്പാക്കി നിറച്ചുതൻ ആത്മാവിനാൽ. അതിനെ അനുഭവിച്ചിട്ട് പിന്നെയും കയ്യിലിരിപ്പ് ഗുണം പിടിക്കാതെ പോയാലോ? അപ്പോൾ ദൈവമായുള്ള ബന്ധം അത് വിലപ്പെട്ടതാണ്.
ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ തിരഞ്ഞെടുത്ത് ദൈവമക്കളാക്കി തീർത്തുവെങ്കിൽ ഹല്ലേലൂയ, വളരെ പ്രാധാന്യതയുള്ള ഒരു അനുഭവത്തിന് യോഗ്യതയുള്ളവരാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഇത് ഇത്രയും ശക്തമായി അപ്പോസ്തലൻ പറയുവാനുള്ള കാരണം അവന്റെ ജീവിതത്തിലെ അനുഭവമാണ്. മുന്നറിയിപ്പ് അവന് നൽകി, അവനത് വേണ്ട വിധത്തിൽ എന്ത് ചെയ്തില്ല, അത് മനസ്സിലാക്കുവാനോ അതിനെ കീഴ്പ്പെടുവാനോ കഴിഞ്ഞില്ല. പിന്നെ അവന് മടങ്ങി വരാൻ അവസരം കിട്ടിയപ്പോൾ അവൻ ചാടി കയറി. കൃപ, അവൻ ചാടിക്കേറി. അതിന് വേദപുസ്തകം പറയുന്നത് അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. അതെന്തൊരു കരച്ചിലാണെന്ന് എനിക്കറിയാൻ വയ്യ. പുറത്തു പോയിട്ട് ആരും കേൾക്കാതെ പണി നടത്തിയേ അലറി പൊളിച്ചു കാണുവൻ. അവന് മനസ്സിലായി സംഗതി പണി പാളി. വചനം പറയുന്നല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു, രക്ഷിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായ ഒരു തകർച്ചയുടെ അനുഭവത്തിലേക്ക് അപ്പോസ്തലൻ ഹല്ലേലൂയ കടന്നു ചെന്നതുകൊണ്ട് വീണ്ടും ദൈവം അവനെ ആ സ്ഥാനത്തേക്ക് ആക്കുവാൻ, അതാണ് വചനം പറയുന്നത്, അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ വായ് പോലെ ആക്കും. ഹല്ലേലൂയ. നീ മടങ്ങി വന്നാൽ ആ സ്ഥാനത്ത് നിർത്തുവാൻ ഞാൻ മതിയായവനാണ്. മടങ്ങി വരുവാൻ അവസരം ലഭിച്ചപ്പോൾ ഓടിക്കയറിയവനാണ് പത്രോസ്. അതുകൊണ്ട് വിടേണ്ടതെല്ലാം വിട്ടേ മതിയാകൂ. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം വിലപ്പെട്ടതാണ്. അതിനെ നിസ്സാരമായി കാണരുത്. ഹല്ലേലൂയ. ആദ്യമ മാതാപിതാക്കൾക്ക് ലഭിച്ചതായ പുത്രന്മാരാണ് കായീനും ഹാബേലും. അവരിൽ നിന്ന് ഉൽപാദിതമായതാണ് സ്തോത്രം അബ്രഹാമിന്റെ സന്തതികൾ. ദൈവകൃപയാൽ ലഭ്യമായ സ്ഥാനത്തെ ഉപേക്ഷയായി കരുതി ഒരു ഊണിന് ആ ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞു. മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചു. മാനസാന്തരത്തിന് ഇടം കിട്ടിയില്ല. കൈവിടപ്പെട്ടുപോയി. അപകടമാണെന്ന് പരിശുദ്ധയാത്മാവ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനം ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഇടയിലുള്ള ഏറ്റവും യോഗ്യനായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരുവനെ ദൈവം തിരഞ്ഞെടുത്ത് ആക്കുവാൻ ഇടയായി. എന്നാൽ അവന്റെ ജീവിതത്തിനും ദൈവമായുള്ള ബന്ധത്തിൽ പരാജയം സംഭവിച്ച ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകുവാനിടയായി. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവനെ ആ സ്ഥാനത്ത് നിന്ന് ചെയ്തു, തള്ളിക്കളഞ്ഞു, നീക്കിക്കളഞ്ഞു. തിരുവചനം പറയുന്നത് ദൈവകൽപ്പന അനുസരിക്കാഞ്ഞതിനാലും വെളിച്ചപ്പാടത്തിയുടെ അടുക്കലേക്ക് ആലോചന ചോദിക്കുവാൻ പോയതിനാലും അവൻ എന്ത് ചെയ്തു, മരിക്കേണ്ടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപകടമാണ് ജീവനുള്ള ഒരു ദൈവത്തെ സേവിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ദൈവവൈതലേ, ചോദിച്ചാൽ ഉത്തരവരുളുന്ന ഒരു ഉടമസ്ഥനാണ് നാം സേവിക്കുന്ന ദൈവം. ആമേൻ. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട്
ആ ദൈവമായി ബന്ധം പുലർത്തിയിട്ട് നീ മറ്റൊരിടത്തേക്ക് മനം തിരിഞ്ഞുപോയാൽ ആ അപകടമാണ്, നാശമാണ്. സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവവചനത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അരുമനാഥ, മുന്നറിയിപ്പുകളെ അവഗണിപ്പാൻ ഇടയാകാതെ വണ്ണം മുന്നറിയിപ്പിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അങ്ങയുടെ പ്രവൃത്തിയും അവിടുത്തെ മഹത്വവും വെളിപ്പെടുത്തണം. കർത്താവേ, ഈ 2025 അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ, ഒരു കൊയ്ത്തിന്റെ വർഷമായി മാറട്ടെ, ഒരു ദൈവ പ്രവൃത്തിയുടെ നാളുകളായി മാറട്ടെ. ശരം അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീകമായ ഉയർച്ച, ശാരീരികമായ അനുഗ്രഹം, പ്രാർത്ഥനയുടെ മറുപടി കണ്ടുകർത്തനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കും. അന്ധകാര ശക്തി തകർന്നതിനായി സ്തോത്രം. അവന്റെ പദ്ധതികൾ പരാജയപ്പെട്ടതിനായി സ്തോത്രം. ജയത്തിന്റെ കൊടി ഉയരുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പണം ചെയ്യുകയാ. പ്രവൃത്തിയായത് വെളിപ്പെടട്ടെ. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.